എല്ലാവർക്കും മമ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തിലാപ്പിയ കറിയാണ്. ഇതിനാവശ്യമായ ചേരുവകൾ: 1/2 കിലോ തിലാപ്പിയ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയത്, ചെറിയ തേങ്ങയുടെ 1 മുറി ചിരവിയത്, മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചുമന്നുള്ളി 3 എണ്ണം, 1 ഇഞ്ച് ഇഞ്ചി, വലിയ പച്ചമുളക് 2 എണ്ണം. പുളി പാകത്തിന്. ഈ മീനിന് അധികം പുളി പാടില്ല, ആയതിനാൽ ഞാൻ കുറച്ച് പുളി ഉപയോഗിച്ചുള്ളൂ. ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് ചേർക്കാം. ഉപ്പ് പാകത്തിന്. അരപ്പിന് വേണ്ടി മിക്സിയുടെ ജാറിൽ തേങ്ങാ ചിരവിയതും മുകളിൽ പറഞ്ഞ പൊടികളും ഉള്ളിയും ഇഞ്ചിയും അരിഞ്ഞു ചേർക്കണം. 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നേർമയായി അരയ്ക്കണം. കറി വെക്കുവാൻ വേണ്ട പാത്രത്തിൽ ഈ അരപ്പ് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒഴിക്കണം. ചാറിനനുസരിച്ച് ഞാൻ 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തു. പച്ചമുളക് 4 കഷ്ണമാക്കി പൊടിച്ചു ചേർത്തു. പുളിയും ഉപ്പും ചേർത്തു. അടപ്പ് ഉണക്കി പാത്രം മൂടി വെച്ച് തിളപ്പിക്കുക. ഇടയ്ക്കിടെ തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ ചേർത്തതിനാൽ തിളച്ച് പൊങ്ങി വരും. അങ്ങനെ വരാതിരിക്കാനാണ് ഇളക്കുന്നത്. തിളച്ചു കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ ഇടുക. ചട്ടി ചുറ്റിക്കുക. തിളച്ചു കഴിഞ്ഞാൽ ചെറുതീയിൽ വേവിക്കുക. വേവില്ലാത്ത മീൻ ആയതിനാൽ ഞാൻ 5 മിനിറ്റ് മാത്രമാണ് വേവിച്ചത്. തീ ഓഫാക്കി ചട്ടി മാറ്റി വെക്കുക. ഉപ്പ് നോക്കുക. ആവശ്യമെങ്കിൽ ചേർക്കുക. താളിക്കാൻ ചെറിയ ഉള്ളി 5 അരിഞ്ഞത്, കടുക് 1/4 ടീസ്പൂൺ, വേപ്പില 2 തണ്ട്. തീ ഓണാക്കി ചെറിയ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായാൽ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ കടുക് പൊട്ടിച്ച് ഉള്ളിയും വേപ്പിലയും ചേർക്കുക. ഇളം നിറമാകുമ്പോൾ കറിയിലേക്ക് ഒഴിക്കുക. സ്വാദിഷ്ടമായ തിലാപ്പിയ കറി തയ്യാറായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി.